പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ആണ്ടിന്റെ അവസാന ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകര് ഈ പ്രഭാതം കാണാതെ ഇരിക്കുമ്പോൾ ദൈവം നമ്മെ കരുതിയ വിധങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കൊരു ഒരു വാക്യം വായിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, അത് എബ്രായ ലേഖനക്കാരൻ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയവുമാകുന്നു. നമുക്കറിയാമല്ലോ, വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറയാൻ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിനെ മെസ്സപ്പൊത്താമ്യയിലെ ഊരിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിയിട്ട് പറഞ്ഞ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോവുക എന്ന് പറഞ്ഞ്. എന്നാൽ ദൈവം പറഞ്ഞില്ല ആ കാണിപ്പാനിരിക്കുന്ന ദേശം ഏതാണെന്നും എങ്ങോട്ട് പോകണമെന്നും ഒന്നും പറഞ്ഞില്ല. എന്നാൽ അബ്രഹാം അത് വിശ്വസിച്ചു ഇറങ്ങി. തന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രം എല്ലാം വിട്ടേച്ച് അബ്രഹാം അവിടെ നിന്ന് ഇറങ്ങുവാനിടയായി. ഇറങ്ങി നടന്നപ്പോൾ തൻ്റെ പിതാവിൻ്റെ സഹോദരപുത്രനായ നിജപുത്രനായ ലോത്തുകൂടി കൂടുവാനിടയായി. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവം വിശ്വസ്തനെന്ന് അറിയുവാൻ തക്കവണ്ണം അബ്രഹാമിനെ നേരായ ചൊവ്വയുള്ള വഴിയിലേക്ക് ദൈവം നടത്തിയെന്ന് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ച ഒരു അബ്രഹാമിനെ എത്തേണ്ട സ്ഥലത്ത് ദൈവം എത്തിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രതികൂല ഘട്ടങ്ങളിലായാല് ദൈവം നമ്മെ വിശ്വസ്തയോടെ കൊണ്ടെത്തിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അബ്രഹാമിന് തലമുറയില്ലാതിരുന്നല്ലോ. അവൻ 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ വിളിച്ചു. അവൻ വാഗ്ദത്തം കൊടുത്തു, ഈ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് തലമുറകളെ ഞാൻ നൽകുമെന്ന്, നിനക്ക് സന്തതിയെ നൽകുമെന്ന് പറഞ്ഞ്, കടൽത്തരയിലെ മണൽ പോലെ ഞാൻ തരുമെന്ന് പറഞ്ഞ് അബ്രഹാം ആ വാഗ്ദത്തം 75-ാമത്തെ വയസ്സിൽ കേട്ട്. എന്നാൽ 100-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിന് യഥാർത്ഥ വാഗ്ദത്ത സന്തതിയെ ഇസഹാക്കിനെ കൊടുക്കുന്നത്. 25 വർഷക്കാലം കാത്തിരുന്ന് നല്ല പ്രായമായി വാർദ്ധക്യത്തില് അസാധ്യമായിരിക്കുന്ന സമയങ്ങളില് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം സാറയുടെ മേലും അബ്രഹാമിന്റെ മേലും ഇറങ്ങി വന്ന് സാറയ്ക്ക് നല്ല പ്രായമുണ്ട്. ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്ന, അതായത് ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ എന്തൊക്കെ പ്രക്രിയയിൽ കടന്നു പോകണം. ഹല്ലേലൂയ. അവരുടെ യൂട്രസ് എല്ലാം ശോഷിച്ചു പോയി, ശരീരം ക്ഷീണിച്ചു പോയി. എല്ലാം നശിച്ചുപോയ അവസ്ഥകൾ എല്ലാം നഷ്ടപ്പെട്ട്, അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലാതിരിക്കുമ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ദൈവം അനുകൂലമാക്കി ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സന്തതിയെ നൽകുമെന്ന്. ഹല്ലേലൂയ. ആ ദൂതന്മാർ 3 പേര് വന്നപ്പോൾ വളരെ ഭവ്യതയോട് സ്നേഹത്തോടും കൂടി അതിഥി സൽക്കാരം ചെയ്ത് അവര് പോകാൻ സമയത്ത് പറഞ്ഞു, അടുത്ത വർഷം ഞങ്ങൾ ഈ സമയത്ത് വരുമ്പോൾ നിങ്ങളൊരു കുഞ്ഞിനെ ചേർത്ത് കൊള്ളുമെന്ന്. അബ്രഹാമും സാറയും ചിരിച്ചു. എന്നാൽ ദൈവിക ദൂതുമായി കടന്നുവെന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നാം വിശ്വസിക്കുകയാണ്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്തുവാൻ ദൈവം ശക്തനാണ്. ആകെ നാം വിശ്വസിക്കണം. നാം കാണാത്തതിനെയല്ല, നാം കാണുന്നതിനെയല്ല, നാം കാണാത്തതിനെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യമായതും അദൃശ്യമായതും ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ ഈ നല്ല പ്രഭാതത്തിൽ നാം വിശ്വസിക്കുക. ഒരു അബ്രഹാമിന്റെ വിശ്വാസം കണ്ടോ, അതുപോലെ നാം ഏറ്റെടുക്കണം. നമുക്കും ദൈവത്തിനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പകൽക്കാലം നമ്മുടെ ഏത് വിഷയങ്ങളായാലും ദൈവകരത്തിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ വർഷത്തിന്റെ അവസാന സമയത്ത് നാം എത്തിയിരിക്കുന്നല്ലോ. 2-3 ദിവസം കൂടി കഴിയുമ്പോൾ ഹല്ലേലൂയ നാം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ലോകത്തിന്റെ പോക്കെല്ലാം നമുക്കറിയാമല്ലോ. എന്നാൽ നമ്മെ വിട്ടുപോകാത്തൊരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവ സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവം ആണും പെണ്ണുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ജാതിയോ മതമോ വ്യക്തിയോ വൈരാഗ്യമോ ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവം സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുക ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്ന, ഏത് രോഗമായാലും സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു
പ്രാർത്ഥിക്കുന്ന ആ യേശുവിന്റെ അടിപ്പിന് ആ രക്തത്തിലുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങള്, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങള്, വസ്തു സംബന്ധമായ ബാങ്ക് ലോൺ ജപ്തികൾ, സാമ്പത്തികമായിട്ട് എടുക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകളെല്ലാം കർത്താവെ വലിയ വാതിൽ തുറന്നു കൊടുത്ത് തന്റെ ധനത്തിന്റെ മഹത്തിനൊത്തവണ്ണം സാമ്പത്തികമായിട്ട് ഈ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആമേൻ. ഹാലിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹത്തിൽ നമുക്ക് മുന്നേറാം. എവിടെ ആയിരുന്നാലും ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ കരുതട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.